So hello everyone, welcome to the third part of set 3 2025 CBSE class 10 ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇപ്പോൾ രണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് പാർട്ട് ഓഫ് സെറ്റ് 3 ചെയ്ത് കഴിഞ്ഞു, 31st ക്വസ്റ്റ്യൻ വരെ. ഇനി 32nd ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കാം. ദ പെരിമീറ്റർ ഓഫ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ ഇസ് 32 സെന്റിമീറ്റർ ഇഫ് ഈച്ച് ഈക്വൽ സൈഡ് ഇസ് 5/6 ഓഫ് ദ ബേസ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞുള്ളത്. ഇപ്പോൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് സൈഡ് ഈക്വലും മറ്റേ സൈഡ് ഈക്വലും അല്ലാത്ത ട്രയാങ്കിൾസിനാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വരയ്ക്കാം ആദ്യം. ഓക്കെ, ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചിട്ട് ഞാൻ എ ബി സി എന്ന് നെയിം ചെയ്യാണ്. എ ബിയും എ സിയും ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. ഐസോസിലസ് ട്രയാങ്കിൾ ബി സി ഈക്വൽ അല്ല. ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് ഈച്ച് ഈക്വൽ സൈഡ് എന്ന് പറയുന്നത് 5/6 ഓഫ് ദ ബേസ് ആണ്. അപ്പം ഞാൻ ബേസ് എക്സ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് സൈഡ്സ് 5/6 എക്സ് എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 32 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 32 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സമിഷൻ ഓഫ് ഓൾ ദ സൈഡ്സ് ആണ് പെരിമീറ്റർ. അപ്പോൾ നമുക്ക് ഈ സൈഡ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. 5/6 എക്സ് പ്ലസ് 5/6 എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 32 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, 5/6 എക്സ് പ്ലസ് 5/6 എക്സ് ഈസ് ഈക്വൽ ടു 10x/6 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 32 സെന്റിമീറ്റർ. എക്സ് ഇൻറ്റു 10/6 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 32 സെന്റിമീറ്റർ. എക്സ് ഇൻറ്റു 16/6 ഈസ് ഈക്വൽ ടു 32 സെന്റിമീറ്റർ. 16 ഇൻറ്റു 2 ആണ് 32 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 6 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ 12 സെന്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് എക്സ് 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെ എനിക്ക് രണ്ട് സൈഡ് ഏതൊക്കെ 5/6 ഇൻറ്റു 2 അല്ല 12, അപ്പോൾ എത്ര വരും, 10 സെന്റിമീറ്റർ എന്ന് വരും. ഈ സൈഡ് 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഏരിയ കാണാൻ രണ്ട് ടൈപ്പിൽ ചെയ്യാം. ഒന്ന് ഹെറോൺസ് ഫോർമുല വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ എന്ന് ബി സിനെ ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, എന്ന് ബി സിയിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് സ്കെലി ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ സൈഡ്സ് ആയിട്ട് കട്ട് ചെയ്യും. ഈ സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ പിന്നെ ഈ കോമൺ സൈഡും ആണ് അവിടെ. അപ്പോൾ ഇത് ഈക്വൽ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇത് 12 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 6 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഈ 10 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ വെച്ചിട്ട് പൈത്തോഗറസ് തിയറം വെച്ചിട്ട് ഈ ആൾട്ടിറ്റ്യൂഡ് എത്രയെന്ന് കണ്ടുപിടിച്ചൂടെ. √10² - 6², അതായത് ഇത് 8 സെന്റിമീറ്റർ എന്ന് വരും അല്ലേ. പൈത്തോഗറസ് തിയറം വെച്ചിട്ട് ഇത് 8 സെന്റിമീറ്റർ എന്ന് വരും. കാരണം √8² + 6² എന്ന് പറഞ്ഞാൽ √100 10 സെന്റിമീറ്റർ പൈത്തോഗറസ് തിയറം വെച്ചിട്ട്. അപ്പോൾ ഇത് 8 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോൾ നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് എന്നാണ്. ഹാഫ് ബി എച്ച്. ഓക്കെ, അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബേസും കിട്ടി ഹൈറ്റും കിട്ടി. അപ്പോൾ ഏരിയ ഓഫ് ഹാഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്ര വരും, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എത്ര, 6 സെന്റിമീറ്റർ. ബേസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. അല്ല, ഓക്കെ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ 3 × 8 24 സെന്റിമീറ്റർ. അപ്പോൾ 24 സെന്റിമീറ്റർ ഒരു സൈഡിന്റെ കിട്ടി. അപ്പോൾ പക്ഷെ ഇവിടെ രണ്ട് സൈഡില്ലേ, രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡബിൾ ആയിട്ട് വരും. 2 × 24, അതായത് സെന്റിമീറ്റർ സ്ക്വയർ ആട്ടോ, 48 സെന്റിമീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നു, നേരത്തെ തന്നെ ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് ടോട്ടൽ ബേസ് 12 സെന്റിമീറ്റർ ആണെന്നറിയാം, ഹൈറ്റ് 8 സെന്റിമീറ്റർ ആണെന്നറിയാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, ഇത് ഡബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 12 × 8, അതായത് 12 × 4 48 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത് തന്നെ ആവശ്യമായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ആൻസർ വിൽ ബി 48 സെന്റിമീറ്റർ സ്ക്വയർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ 33rd ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 33rd ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. The sum of the third term and seventh term of an AP is 6 and their product is 8. Find the sum of the first 16 terms of an AP എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതാം. നമുക്കറിയാം, സം ഓഫ് അല്ല nth ടേം ഓഫ് an AP is equal to n is equal to a plus n minus 1 into d നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം എന്ന് പറയുന്നത് എത്ര വരും, a plus 3 - 1 into d, a plus 2d പ്ലസ് സെവൻത്ത് ടേം എന്ന് പറയുന്നത് a plus 6d ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ റിലേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. തേർഡ് ടേമിന്റെയും സെവൻത്ത് ടേമിന്റെയും സമ്മ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2a plus 8d ഈസ് ഈക്വൽ ടു 6, അതായത് a plus 4d ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ഫസ്റ്റ് റിലേഷൻ ആയിട്ട് കിടക്കട്ടെ.
ഇത് വേണമെങ്കിൽ നമുക്ക് ഫർദർ എ ഈക്വൽ ടു 3 - 4d എന്ന് എഴുതാം ദ റിലേഷൻ. ഓൾസോ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് തേർഡ് ടേമിന്റെ സെവൻത് ടേമിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് പറഞ്ഞുള്ളത്. ഓക്കെ, നമുക്ക് അതൊന്ന് എഴുതാം. എ പ്ലസ് 2d ഇൻറ്റു എ പ്ലസ് സെവൻത് ടേം 6d ഈസ് ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എയുടെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 - 4d പ്ലസ് 2d ഇൻറ്റു എ പ്ലസ് 3 - 4d പ്ലസ് 6d ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 - 2d ഇൻറ്റു 3 പ്ലസ് 2d ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്തായി? a - b ഇൻറ്റു a പ്ലസ് b എന്ന് പറഞ്ഞ ഫോർമുലയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a - b ഇൻറ്റു a പ്ലസ് b എന്ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ 3 - 2d ഇൻറ്റു 3 പ്ലസ് 2d എന്ന് പറയുമ്പോൾ a - b ഇൻറ്റു a പ്ലസ് b എന്ന് പറഞ്ഞ ഫോർമുലയില്ലേ. a - b ഇൻറ്റു a പ്ലസ് b എന്ന് പറഞ്ഞാൽ എന്താ? a - b ഇൻറ്റു a പ്ലസ് b എന്ന് പറയുന്ന a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി നമുക്കുണ്ട്. അങ്ങനെ എനിക്ക് ഇവിടെ 3 - 2d ഇൻറ്റു 3 പ്ലസ് 2d എന്ന് പറയുമ്പോൾ a എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. 3 സ്ക്വയർ മൈനസ് b എന്ന് പറയുന്നത് 2d ആണ്. 2d സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടി. അപ്പോൾ 9 - 4d സ്ക്വയർ ഈക്വൽ ടു 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 4d സ്ക്വയർ ഈക്വൽ ടു 9 - 8 ദാറ്റ് ഈസ് 1. അങ്ങനെയാണെങ്കിൽ d ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് കിട്ടി. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ രണ്ട് കേസ് ഉണ്ട്. ഒന്നെങ്കിൽ d 1/2 ആവും, അല്ലെങ്കിൽ d - 1/2 ആവും. ഓക്കെ, അപ്പോൾ d 1/2 ആവുന്ന കേസ് എടുക്കാം. d ഈക്വൽ 1/2. നമുക്ക് നേരത്തെ ഒരു റിലേഷൻ കിട്ടിയിരുന്നു a ഈക്വൽ 3 - 4d എന്നുള്ള. അങ്ങനെ വെച്ച് d ഈക്വൽ 1/2 കേസ് 1 d ഈക്വൽ 1/2 ആകുമ്പോൾ 3 - 4 × 1/2 അതായത് a ഈക്വൽ 3 - 2 അതായത് 1 എന്ന് കിട്ടും. എയുടെ വാല്യൂ 1 എന്ന് കിട്ടും. എയുടെ വാല്യൂ 1 ആകുമ്പോൾ സം ഓഫ് 16 ടേംസ് സം ഓഫ് n ടേംസ് ഓഫ് എൻ എ പിയുടെ ഫോർമുല എന്താ? n/2 ഇൻറ്റു 2a പ്ലസ് n - 1 ഇൻറ്റു d എന്നാണ് സം ഓഫ് n ടേംസ് ഓഫ് എൻ എ പിയുടെ ഫോർമുല. അപ്പോൾ സം ഓഫ് 16 ടേംസ്, അതായത് ഫസ്റ്റ് കേസിൽ, അതായത് a ഈക്വൽ 1 ഉം d ഈക്വൽ 1/2 എന്ന് വരുന്ന കേസിൽ നമ്മൾ സം ഓഫ് 16 ടേംസ് എടുക്കുമ്പോൾ n 16 ആണെന്ന് നമുക്കറിയാം. 2a എന്ന് പറയുമ്പോൾ 2 × 1 പ്ലസ് എന്നിൻ്റെ വാല്യൂ അഗെയിൻ 16, 15 ഇൻറ്റു d ഈസ് 1/2. ഇത് ചെയ്ത് വരുമ്പോൾ 16/2 എന്ന് പറയുന്നത് 8. 16/2 8 ഇൻറ്റു 2 പ്ലസ് 15/2. ഫർദർ സിംപ്ലിഫൈങ് 8 ഇൻറ്റു 2 ഇൻറ്റു 2 4, 4 പ്ലസ് 15 19/2. 4 ഇൻറ്റു 19 വരും. 4 ഇൻറ്റു 19 എന്ന് പറയുമ്പോൾ എത്ര? 19 ഇൻറ്റു 4 40 പ്ലസ് 36 അതായത് 76 എന്ന് വരും. സോ ഫസ്റ്റ് കേസിൽ a ഈക്വൽ 1 d ഈക്വൽ 1/2 ആകുമ്പോൾ സം ഓഫ് 16 ടേംസ് ഓഫ് NAP 76 എന്ന് വരും. നമ്മൾ നെക്സ്റ്റ് കേസ് എടുക്കാം. നെക്സ്റ്റ് കേസിൽ നമുക്കറിയാം കേസ് 2ൽ നമ്മൾ d ഈക്വൽ 1/2 ഓൾറെഡി എടുത്തു. d ഈക്വൽ -1/2 കേസ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ a ഈക്വൽ ടു 3 - 4d എന്നുള്ള കേസ് വീണ്ടും എടുക്കാം. 3 - 4d എന്നുള്ള റിലേഷൻ നമുക്ക് വീണ്ടും എടുക്കണം. a ഈക്വൽ ടു 3 - 4 ഇൻറ്റു d എന്ന് പറയുന്നത് -1/2. സോ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 3 പ്ലസ് 2 എന്ന് വരും. 2 - 2 - 2 × -1 is 2. സോ a ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ റിലേഷൻ വരും. അങ്ങനെയാണെങ്കിൽ സം ഓഫ് 16 ടേംസ് സം ഓഫ് n ടേംസ് n/2 ഇൻറ്റു 2a പ്ലസ് n - 1 ഇൻറ്റു d എല്ലാവർക്കും പറയുന്ന റിലേഷനാണ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ n-യുടെ വാല്യൂ 16 ആണെന്ന് നമുക്കറിയാം. എയുടെ വാല്യൂ ഈസ് 5 ആൻഡ് n is 16 - 1 is 15. d is equal to -1/2. ഫർദർ സിംപ്ലിഫൈങ് 16/2 എന്ന് പറയുന്നത് 8. 8 ഇൻറ്റു 10 -15/2. 8 ഇൻറ്റു 10 ഇൻറ്റു 2 20 -15/2. സോ 2 and 8 കട്ടായി പോകും. 4 ഇൻറ്റു 20 - 15 is 5. സോ 4 ഇൻറ്റു 5 എന്ന് വരും. സോ ആൻസർ വുഡ് ബി 20. ഓക്കെ, സോ ഒന്നെങ്കിൽ 76 അല്ലെങ്കിൽ 20 ഏത് വേണമെങ്കിലും ആവാം. രണ്ട് ഡിഫറെൻറ്റ് കേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ എഴുതുമ്പോൾ രണ്ടും എഴുതാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഓർ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓർ ക്വസ്റ്റ്യൻ ബി. ഞാൻ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ മിനിമം ഏജ് ഓഫ് ചിൽഡ്രൻ എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഈസ് 8 years. It is observed that the age of the youngest boy was 8 years and the ages of the participants when seated in order of age have a common difference of 4 months. If the sum of the ages of all participants is 168 years, find the age of the eldest participant in the competition. Okay, അപ്പോൾ പറയുന്നത് മിനിമം ഏജ് 8 years ആണ് കോമ്പറ്റീഷനിൽ കയറണമെങ്കിൽ.
അതിൽ കുറേ പേര് വന്നു. അവരെല്ലാം ഏജ് കൂട്ടുമ്പോൾ 168 ഇയേഴ്സ് കിട്ടും. അതിൽ സ്മോളസ്റ്റ് പാർട്ടിസിപ്പൻ്റ് ഏജ് 8 ഇയേഴ്സാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു AP ആയിട്ട് എടുക്കാൻ നോക്കുക, അരിത്മെറ്റിക് പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ നോക്കുക. കാരണം സീറ്റ് ചെയ്തപ്പോൾ എല്ലാവരുടെയും ഏജിൻ്റെ ഡിഫറൻസ് 4 മന്ത്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേം എന്തായിട്ട് വരും? ഏറ്റവും സ്മോളസ്റ്റ് ഏജ് ആയിരത്താണോ അയാളാണ് ഫസ്റ്റ് ടേം. അപ്പോൾ 8 ഇയേഴ്സ് എന്ന് വരും. കോമൺ ഡിഫറൻസ് 4 മന്ത്സിന്റെ കേസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മന്ത്സിന് നമുക്ക് ഇയേഴ്സിലാകാം. ടോട്ടൽ 12 മന്ത്സ് ആണ്, അതിൽ 4 മന്ത്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1/3 ഇയേഴ്സ് ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി എത്രയോ പാർട്ടിസിപ്പൻസ് ഉണ്ട്, ആ പാർട്ടിസിപ്പൻസിന്റെ മൊത്തം ഏജിന്റെ സം എടുത്തു കഴിഞ്ഞാൽ 168 ഇയേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? SN = n/2 × 2a + n-1 × d എന്ന് പറഞ്ഞ ഫോർമുല എടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് n കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കണ്ടുപിടിക്കാം. നമുക്ക് ശരിക്കും എന്താ കണ്ടുപിടിക്കേണ്ടത്? എൽഡസ്റ്റ് പാർട്ടിസിപ്പൻറ്റിൻ്റെ ഏജ് കണ്ടുപിടിക്കുക, അതായത് ലാസ്റ്റ് ടേം ഓഫ് ദ AP കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n കണ്ടുപിടിച്ചാൽ നമുക്ക് ലാസ്റ്റ് ടേം ഓഫ് ദ AP കാണാം. സം ഓഫ് n ടേംസ് 168 ആണ് തന്നിട്ടുണ്ട്. n എത്രയെന്ന് നമുക്ക് അറിയില്ല. A എന്ന് പറയുന്നത് 8 ആണ്, യങ്ങസ്റ്റ് പാർട്ടിസിപ്പൻറ്റിൻ്റെ ഏജ്. 15 n നമുക്ക് വീണ്ടും അറിയില്ല. D എത്ര? D 1/3 ഇയേഴ്സ് ആണ് കിട്ടി. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് വീണ്ടും ഫർദർ സിംപ്ലിഫൈ ചെയ്യാം നമ്മുടെ ഇക്വേഷൻ. 168 = n/2 × 2 × 8 is 16 plus n-1/3. 168 = n/2 × 16 × 3 is 48 plus n-1/3. So that is equal to 168 × 6 is equal to n × 48 plus n-1 എന്ന് കിട്ടും. ഓക്കെ, കോപ്പി ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. 168 × 6 is equal to n × 48 - 1 is 47 plus n എന്ന് കിട്ടും. 168 × 6 എത്രയെന്ന് നോക്കാം. 8 4 6 × 6 is 36 0 3 6 × 6 is 36 36 plus 4 is 40 0 4 1 × 6 is 6 6 plus 4 is 10 1008. 1008 is equal to 47n plus n square എന്ന് കിട്ടും. ഇനി ഫർദർ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താം. n square plus 47n minus 1008 is equal to 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ നോർമൽ ഡിസ്ക്രിമിനൻ്റ് എടുത്ത് ചെയ്യാം, അങ്ങനെ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്യാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് സിമ്പിൾ, എനിക്ക് സിമ്പിളായിട്ട് വരുന്നത്. സോ 1008നെ സ്പ്ലിറ്റ് ചെയ്യാം. 2 504 within 2 2 1 5 252 2 1 2 2 1 2 6. So again 1 2 6 എടുക്കാം. 2 63 7 9 3 3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്? 2 × 2 × 2 × 2 × 7 × ഒന്ന് എഴുതിയേക്കാം. 2 എത്ര വട്ടുണ്ട്? 2 4 ടൈംസ് 2 × 2 × 2 × 2 × 7 × 3 × 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ? അപ്പോൾ 2 എയും ബി ആണെന്ന് വെച്ചോ. എയും ബി ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ a + b = 47 കിട്ടണം. a × b = -1008 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, റീഅറേഞ്ച് ചെയ്യുമ്പോൾ 20 20 16 × 16 21 × 3 21 21 × 3 21 × 3 363 എന്ന് കിട്ടും. 16 and 63 63 - 16 5 30 - 6 7 47 ആയിട്ട് അത് പറ്റില്ല. അല്ല, പറ്റുമല്ലോ, +47. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 63യും 16 എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള റിലേഷൻ കിട്ടും. കാരണം -63 എടുക്കണ്ട, 63യും -16ഉം. അപ്പോൾ 63 + 63 and -16 എടുത്താൽ 47 കിട്ടും. 63 × -16 ചെയ്താൽ -1008 കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ഈസി ആയിട്ട് വരുന്നത് ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ഈ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം വെച്ച് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിമിനൻ്റ് വെച്ചും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ n² പ്ലസ് നമുക്ക് കിട്ടിയത് 63n - 16n -1008 = 0. കാരണം ഈ മെത്തേഡാണ് ഒന്നുകൂടി ഫാസ്റ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാകാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. ഓക്കെ,
അപ്പോൾ ഇത് നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. n പ്ലസ് 63 മൈനസ് 16 ഇൻറ്റു n പ്ലസ് 63 എന്ന് വരും ഈസിക്കൽ ടു 0. n മൈനസ് 16 ഇൻറ്റു n പ്ലസ് 63 ഈസിക്കൽ ടു 0. സോ ഇങ്ങനെ വരുമ്പോൾ ഒന്നെങ്കിൽ n ഈസിക്കൽ 16 ആവണം, അല്ലെങ്കിൽ n ഈസിക്കൽ മൈനസ് 63 ആവണം അല്ലേ. ഏതെങ്കിലും ഒന്ന് 0 ആയാലല്ലേ ഇവിടെ 0 വരുള്ളൂ. അപ്പോൾ n ഈസിക്കൽ 16 ആവും, അല്ലെങ്കിൽ n ഈസിക്കൽ മൈനസ് 63 ആവും. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും ഒരു നെഗറ്റീവ് ടേം ആവില്ല. അപ്പോൾ n ഈസിക്കൽ മൈനസ് 63 എന്ന് വരുന്ന സാധനം നമുക്ക് ഒഴിവാക്കിയാണ്. സോ n ഈസിക്കൽ 16 കിട്ടും. n ഈസിക്കൽ 16 കിട്ടും. നമുക്ക് വേണ്ട എൽഡസ്റ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 16th പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണ്ടത്. 16th പെർസെൻറ്റേജ് കാണാൻ നമുക്ക് സിമ്പിൾ അല്ലേ. an ഈസിക്കൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറഞ്ഞ ഫോർമുല നമുക്കറിയാം. സോ a 16th പേഴ്സൺ എന്ന് പറയുമ്പോൾ a ഈസിക്കൽ ടു നമുക്കറിയാം എൽഡസ്റ്റ് സ്മോളസ്റ്റ് പെർസെൻറ്റേജ് 8 ആൻഡ് n ഈസിക്കൽ 16, 60 മൈനസ് 1 15, 15 ഇൻറ്റു d ഈസിക്കൽ ടു കോമൺ ഡിഫറൻസ് എത്രയാണ് 1/3 ഇയേഴ്സ് ആണ് എല്ലാവരുടെ ഡിഫറൻസ്. അപ്പോൾ ഇൻറ്റു 5, 8 പ്ലസ് 5 ഈസിക്കൽ 13 ഇയേഴ്സ്. ഇതാണ് എൽഡസ്റ്റ് പേഴ്സൺ. 13 ഇയേഴ്സ് ഉള്ള എൽഡസ്റ്റ് പെർസെൻറ്റേജ്. സോ ഞാൻ വിചാരിച്ചു പോലെ വയസ്സിൻ്റെ ഏജും കിട്ടുന്നു, ബട്ട് സോറി എൽഡർ പീപ്പിളിൻ്റെ ഏജും കിട്ടുന്നു. ബട്ട് 13 ഇയേഴ്സ് ആണ് നമുക്ക് ഏജ് കിട്ടിയത്. ഓക്കെ, സോ അത് അത്ര നമ്മുടെ വർക്ക് ക്വസ്റ്റ്യൻ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 34th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 34th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ പി എ ക്യൂ ബി ആൻഡ് ആർ സി ആർ പെർപെൻഡിക്കുലർ ടു എ സി, പി എ ഈക്വൽ എക്സ് യൂണിറ്റ്സ്, ക്യൂ ബി ഈക്വൽ വൈ യൂണിറ്റ്സ് ആൻഡ് ആർ സി ഈക്വൽ സെഡ് യൂണിറ്റ്സ്. പ്രൂവ് ദാറ്റ് 1/x പ്ലസ് 1/z ഈക്വൽ 1/y. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഈ ഫിഗർ ഒന്ന് വലുതാക്കി എടുക്കാം അടിയിൽ. ഓക്കെ, ഇതാണ് ഫിഗർ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 1/x പ്ലസ് 1/z ഈക്വൽ 1/y എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 1/x പ്ലസ് 1/y ഈക്വൽ 1/z എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ട്രയാങ്കിൾ പി എ സി എടുത്താലും ട്രയാങ്കിൾ എ ആർ സി എടുത്താലും ഈ എ ബി ബി സി എന്ന് പറഞ്ഞ സൈഡ് കോമൺ ആണ്. അപ്പോൾ ഷുവറായിട്ട് നമ്മൾ ആ മെത്തേഡ് വെച്ചിട്ടാവും, അതായത് അതിന് റിലേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന രീതിക്കാവും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഫൈനൽ ആൻസർ ചെയ്തെടുക്കേണ്ട പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടില്ല. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് പിന്നെ ആ മെത്തേഡ് ഒരു 3 വട്ടം ചെയ്ത് നോക്കിയാൽ പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ മെത്തേഡിൽ ചെയ്യേണ്ട പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് ട്രയാങ്കിൾ പി എ സി ആൻഡ് ട്രയാങ്കിൾ ക്യൂ ബി സി ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്, പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. ഓൾസോ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഈ ആംഗിളും വുഡ് ബി ഈക്വൽ. അങ്ങനെ നമുക്ക് എ ക്രൈറ്റീരിയ വെച്ചിട്ട് ട്രയാങ്കിൾ പി എ സി വുഡ് ബി സിമിലർ ടു ട്രയാങ്കിൾ ക്യൂ ബി സി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് സിമിലർ ആണ്, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ പി എ ബൈ ക്യൂ ബി വുഡ് ബി ഈക്വൽ ടു പി എ ബൈ ക്യൂ ബി വുഡ് ബി ഈക്വൽ ടു പി എ ബൈ ക്യൂ ബി വുഡ് ബി ഈക്വൽ ടു എ സി ബൈ ബി സി. ഓക്കെ, അപ്പോൾ പി എ ബൈ ക്യൂ ബി എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു എ സി ബൈ ബി സി. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ വേണ്ടത് എക്സ് ഡിനോമിനേറ്ററിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു എ സി ബൈ ബി സി എന്ന് കിട്ടും. ഓക്കെ, ഇത് ഫസ്റ്റ് റിലേഷൻ കിട്ടി. സോറി, ബി സി ബൈ എ സി എന്ന് കിട്ടും. ഓക്കെ, ഇത് ഫസ്റ്റ് റിലേഷൻ കിട്ടി. നമുക്ക് നമ്മുടെ സെക്കൻഡ് റിലേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ എ സി ആർ ആൻഡ് ട്രയാങ്കിൾ എ സി ആർ എടുത്ത സ്ഥിതിക്ക് വി ഷുഡ് ട്രൈക്ക് എ ബി ക്യൂ, ട്രയാങ്കിൾ എ ബി ക്യൂ. ഓക്കെ, ട്രയാങ്കിൾ എ ബി ക്യൂ. അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളും, അതായത് ട്രയാങ്കിൾ എ ബി ക്യൂം ട്രയാങ്കിൾ എ സി ആർ എടുക്കണമെങ്കിൽ ഈ ആംഗിൾ, ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രി, ദിസ് ആംഗിൾ ഓൾസോ 90 ഡിഗ്രി. ഈ രണ്ട് ലൈക്ക് ബി ക്യൂം ആർ സിയും പാരലൽ ആയതുകൊണ്ട്, കാരണം രണ്ട് ഇതും പെർപെൻഡിക്കുലർ ടു എ സി, അപ്പോൾ ഇത് രണ്ടും പാരലല്ല. അപ്പോൾ ഈ ആംഗിൾ ഈക്വൽ ആണ്. സിമിലർലി മറ്റേതുപോലെ തന്നെ ഇത് രണ്ടും ട്രയാങ്കിൾ എ സി ആർ വുഡ് ബി സിമിലർ ടു ട്രയാങ്കിൾ എ ബി ക്യൂ ബൈ എ ക്രൈറ്റീരിയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം ബി ക്യൂ അല്ല, ആദ്യം സി ആർ അല്ലേ, ഈ ട്രയാങ്കിളോടെ സി ആർ ബൈ ബി ക്യൂ വുഡ് ബി ഈക്വൽ ടു സി ആർ ബൈ ബി ക്യൂ, സി ആർ ബൈ ബി ക്യൂ വുഡ് ബി ഈക്വൽ ടു എ സി അല്ല നമുക്ക് വേണ്ട എ സി ബൈ എ ബി കിട്ടും. അപ്പോൾ നമ്മളിവിടെ എവിടെയോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എ സി ബൈ പി എ ബൈ ക്യൂ ബി
പി എ ബൈ ക്യൂ ബി വുഡ് ബി ഈക്വൽ ടു എ സി ബൈ ബി സി. ശരിയാണ്. സോ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ബി ക്യൂവും സി ആറും ആണ്. സോ സി ആർ by Q, BQ would be equal to QBC. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എ സി CR by BQ would be equal to AC by AB എന്ന് വരും. AC by AB എന്ന് വരും. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ CR എത്രയാണ് നമുക്കറിയാം. CR X ആണ്, CR Z ആണ്. CR is Z and BQ is Y is equal to AC by AB. Again നമുക്ക് AB Y Z വേണ്ടത് ഡിനോമിനേറ്ററില്ല, അപ്പം നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. സോ Y by Z is equal to AB by AC എന്ന് കിട്ടും. ഓക്കെ, ഇത് സെക്കൻഡ് റിലേഷൻ. നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാം, കാരണം 1/x + 1/z എന്നല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് റിലേഷനും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് അപ്പുറത്തോട്ട് കൊണ്ടുവരാം. സോ ആഡിങ് 1 and 2 ഇത് രണ്ടും നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആഡിങ് 1 and 2 നമുക്ക് എന്ത് കിട്ടും? Y by x plus Y by z equal to BC by AC plus AB by BC എന്ന് കിട്ടും. AB by AC. ഓക്കെ, അപ്പോൾ y നമുക്ക് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1/x plus 1/z വുഡ് ബി ഈക്വൽ ടു ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് ആഡ് ചെയ്യാം. BC plus AB by AC എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ BC plus AB നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. BC plus AB. ഓക്കെ, BC plus AB എന്ന് പറഞ്ഞാൽ ടോട്ടൽ AC ആയിട്ടല്ലേ വരുന്നത്. ഇത് നോക്കിയേ, BCയും AC യും ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ AC കിട്ടും. ഓക്കെ, അപ്പോൾ ആ റിലേഷൻ നമുക്ക് ഇവിടെ എഴുതാം. സോ y into 1/x plus 1/z would be equal to BC plus AB എന്ന് പറയുന്നത് AC, AC by AC എന്ന് പറയുന്നത് 1. അങ്ങനെയാണെങ്കിൽ 1/x plus 1/z ഈ y ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും 1/y. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഗൈഡുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻ കണ്ട് സെയിം, അപ്പം നിങ്ങൾ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു മെത്തേഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കരുത്. കാരണം ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു 3 ടൈംസ് ഇതേ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല. നമ്മൾ ഇതുവരെ ചെയ്ത സെറ്റ്സിൽ ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് പ്രൂവ് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 34th ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓർ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയേക്കാം. ഓക്കെ, സോ 34th ക്വസ്റ്റ്യന് നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഓർ ക്വസ്റ്റ്യൻ. സൈഡ്സ് എ ബി വായിച്ചു നോക്കാം. സൈഡ്സ് എ ബി ആൻഡ് ബി സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ആർ റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ ടു സൈഡ് പി ക്യു ആൻഡ് ക്യു ആർ ആൻഡ് മീഡിയൻ പി എം ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ഷോ ദ ട്രയാങ്കിൾ എ ബി സി ടു ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം, നമുക്കൊന്നും മനസ്സിലാവില്ല. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് വരച്ച് നോക്കാം, നമ്മുടെ ട്രയാങ്കിൾ വരച്ച് നോക്കാം. എ ബി ആൻഡ് ബി സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എ ബി സി വരച്ച് നോക്കാം. ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി. പിന്നെ എന്താ പറയുന്നത്, മീഡിയൻ എ ഡി എന്ന് പറയുന്നുണ്ട്. മീഡിയൻ എ ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബി സിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ് എ ഡി. പ്രൊപ്പോർഷണൽ ടു സൈഡ് പി ക്യു ആൻഡ് ക്യു ആർ. ഓക്കെ, വേറെ ഒരു ട്രയാങ്കിൾ പി ക്യു ആർ. വേറൊരു ട്രയാങ്കിൾ പി ക്യു ആർ ഉണ്ട്. മടിയൊന്നുമില്ല. ഓക്കെ, ട്രയാങ്കിൾ പി ക്യു ആർ കോണാവുന്നുണ്ട് വരയ്ക്കുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ പി ക്യു ആർ ആൻഡ് ഇതിന് മീഡിയം പറഞ്ഞിട്ടുണ്ട് പി എം. ഓക്കെ, പി എം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, സൈഡ്സ് എ ബി ആൻഡ് ബി സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് ട്രയാങ്കിൾ റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ. എ ബി ആൻഡ് ബി സി ആൻഡ് മീഡിയൻ എ ഡി. ഓക്കെ, എ ബിയും ബി സിയും. അപ്പോൾ എ ബി ബൈ എ ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് പി ക്യു ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ
ബി സി ബൈ ക്യു ആർ ഈസ് ഈക്വൽ ടു മീഡിയൻസും പ്രൊപ്പോർഷണലാണ്. മീഡിയൻ ഏതൊക്കെ? മീഡിയൻ എന്ന് പറയുന്നത് എ ഡിയും പി എമ്മും ഈസ് ഈക്വൽ ടു എ ഡി ബൈ പി എം. ഓക്കെ, അങ്ങനെ റിലേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു പി ക്യു ആർ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ബി ഡി ബി സി അല്ല എ ഡി മീഡിയൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി ഡി വുഡ് ബി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു എം എന്ന് പറഞ്ഞൂടെ? എസ് 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 ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കിയേ, മൂന്ന് സൈഡ്സും എ ബിയും പി ക്യു ബി സിയും. ഓ പറ്റില്ലല്ലേ, പറ്റില്ല പറ്റില്ല, അത് പറയാൻ പറ്റില്ല. ബി സിയും ക്യു ആറും എ ഡിയും പി എമ്മും എ ഡിയും പി എമ്മും. ഓക്കെ, എ ഡി ബി സി ബി സി ബി സി ബി സി ബി സി ക്യു ആർ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ഈ ബി സി എന്ന് പറയുന്നത് ഈ താഴത്തെ ബേസ് ലൈൻ അല്ലേ? അപ്പൊ ബി സിനെ നമുക്ക് 2 × ബി ഡി എന്ന് എഴുതി കൂടെ? 2 × ബി ഡി എന്ന് എഴുതാം. അതുപോലെ തന്നെ ക്യു ആർ നമുക്ക് 2 × QM എന്ന് എഴുതാം. 2 × QM ഈക്വൽ ടു എ ഡി ബൈ പി എം എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എ ബി ബൈ പി ക്യു വുഡ് ബി ഈക്വൽ ടു ബി ഡി ബൈ ക്യു എം ഈക്വൽ ടു എ ഡി ബൈ പി എം എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി ഡി വുഡ് ബി സിമിലർ ടു ട്രയാങ്കിൾ പി കെ എം എന്ന് പറഞ്ഞൂടെ? എസ് 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 ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കി, എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി ഡി ബൈ ക്യു എം, ബി ഡി ബൈ ക്യു എം ഈസ് ഈക്വൽ ടു എ ഡി ബൈ പി എം, എ ഡി ബൈ പി എം. അപ്പൊ നമുക്ക് എന്താ പറയാം? ട്രയാങ്കിൾ എ ബി ഡി വുഡ് ബി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു എം എന്ന് പറയാം. ട്രയാങ്കിൾ എ ബി ഡി വുഡ് ബി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു എം എന്ന് പറയാം. ഏത് ക്രൈറ്റീരിയ വെച്ചിട്ട്? എസ് 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 ക്രൈറ്റീരിയ വെച്ചിട്ട്. എസ് 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 ക്രൈറ്റീരിയ വെച്ചിട്ട്, എസ് എസ് ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് അങ്ങനെ സിമിലർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്നാണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയ സ്ഥിതിക്ക് നമുക്ക് പറയാം ആംഗിൾ ബി വുഡ് ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് പറയാൻ പറ്റും. ഓൾസോ നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയ സ്ഥിതിക്ക് ഓക്കെ, ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഈ രണ്ട് സൈഡ്സും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ എന്ത് പറയാൻ പറ്റും? പിന്നെ ഈ രണ്ട് സൈഡ്സും പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞൂടെ? ഓൾറെഡി നമുക്കറിയാം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ബി സി ആൻഡ് ക്യു ആർ ആർ പ്രൊപ്പോർഷണൽ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡും പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എസ് എ എസ് ക്രൈറ്റീരിയ വെച്ചിട്ട് ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് എഴുതാം. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, ഇവിടെ എഴുതാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടി, രണ്ട് സൈഡ്സും പ്രൊപ്പോർഷണൽ ആണെന്ന് കിട്ടി. ഓൾസോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി വുഡ് ബി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ യൂസിങ് എസ് എ എസ് സിമിലാരിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, സോ അതും സോൾവ് ചെയ്തു. ഇങ്ങനെ കുറച്ച് എന്താ പറയാ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35th ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വലുതാക്കാം. എ വെസൽ ഇസ് ഇൻ ദ ഫോം ഓഫ് എൻ ഇൻവേർട്ടഡ് കോൺ. ഓക്കെ, ഒരു ഇൻവേർട്ടഡ് കോണിന്റെ ഷേപ്പിലാണ്. ഇൻവേർട്ടഡ് കോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല ഇൻവേർട്ടഡ് കോൺ വരിക. ഓ, ഇൻവേർട്ടഡ് കോൺ. ഓക്കെ, ഇൻവേർട്ടഡ് കോണാണ് നമ്മുടെ വെസൽ. ഇതെന്താണ് ഇൻവേർട്ടഡ് കോൺ? ഇൻവേർട്ടഡ് കോൺ വരട്ടെ. ഓക്കെ, ഇൻവേർട്ടഡ് കോൺ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് 8 സെന്റിമീറ്റർ. ഹൈറ്റ് 8 സെന്റിമീറ്റർ ആണ്. 8 സെന്റിമീറ്റർ. ആൻഡ് ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് ടോപ്പ്. ഓ, ഇങ്ങനെയല്ല ഇൻവേർട്ടഡ് കോൺ ഇല്ല, നേരെ തിരിച്ചാണ്. ഓക്കെ, നമുക്ക് നേരെ തിരിച്ചിടാം. A few moments later. ഓക്കെ, ഇതാണ് ഇൻവേർട്ടഡ് കോൺ. ഇത് വീണ്ടും ഇങ്ങനെ തന്നെ. One eternity later. ഓക്കെ, ഇതാണ് ഇൻവേർട്ടഡ് കോൺ.
ഇൻവേർട്ടഡ് കോൺ. ഓക്കെ, ഇതാണ് ഇൻവേർട്ടഡ് കോൺ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് 8 സെന്റിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ഇറ്റ്സ് ടോപ്പ് വിച്ച് ഈസ് ഓപ്പൺ. ഓക്കെ, ഇതാണ് റേഡിയസ് ഓഫ് ഇറ്റ്സ് ടോപ്പ്. റേഡിയസ് ഓഫ് ടോപ്പ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 5 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഔട്ടർ അപ് ടു ദ ബ്രിം. ഇവിടെ വരെ വാട്ടർ നിറച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പിന്നെ ലെഡ് ഷോട്ട്സ് ഇടാണ്, അതായത് സ്ഫെറിക്കൽ ഷേപ്പുള്ള ലെഡ് ഷോട്ട്സ് ഇടാണ് 0.5 സെന്റിമീറ്ററിലെ. A drop into vessel, 1/4 of the vessel, water of the vessel flows out. Find the number of lead shot dropped in the water. Okay. അപ്പോൾ അതായത് ഇതിൽ ഈ കോണിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നതിലേക്ക് ലെഡ് ഷോട്ട്സ് ഇട്ട് നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് ഇട്ടപ്പോൾ 1/4 ഓഫ് ദ വോളിയം പോയി. അപ്പോൾ നമുക്ക് എന്താ പറയാം, എത്ര എണ്ണം ഇട്ടു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഒരു ലെഡ് ഷോട്ടിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് ആ വോളിയം ഇൻറ്റു എൻ വുഡ് ബി ഈക്വൽ ടു ആ 1/4 ഓഫ് ദ ടോട്ടൽ വോളിയം. അപ്പോൾ നമുക്ക് എൻ കിട്ടും. മനസ്സിലായോ? അതായത് ഈ ലെഡ് ഷോട്ട്സ് ഈ വെള്ളത്തിലേക്ക് ഇടാണല്ലോ, വെള്ളത്തിലേക്ക് ഇടുമ്പോൾ 1/4 ഓഫ് ദ വെള്ളം പോയി. അപ്പൊ 1/4 ഓഫ് ദ വെള്ളം ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു വോളിയം ഓഫ് എ ലെഡ് ഷോട്ട്. ഒരു ലെഡ് ഷോട്ട് ഇട്ടാൽ എത്ര വെള്ളം പോയെങ്കിൽ എത്ര ലെഡ് ഷോട്ട് ഇട്ടാലാണ് 1/4 ഓഫ് ദാറ്റ് വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോവാൻ നോക്കുക. അപ്പൊ നമുക്ക് എൻ സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വോളിയം ഓഫ് ദ കോൺ എടുക്കാം. വോളിയം ഓഫ് കോണിന്റെ ഫോർമുല എന്താ? വോളിയം ഓഫ് കോണിന്റെ ഫോർമുല എന്തായിരുന്നു? 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ? 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് ആണ് വോളിയം ഓഫ് ദ കോൺ. അപ്പോൾ 1/3 ഇൻറ്റു പൈ എത്ര യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പൈ എത്ര? അപ്പോൾ നമുക്ക് പൈയിന് ഇപ്പോൾ വാല്യൂ കൊടുക്കണ്ട. പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്ര? ആർ ഈസ് 5 സെന്റിമീറ്റർ. സോ 5 സ്ക്വയർ ഇൻറ്റു എച്ച് ഇസ് 8 സെന്റിമീറ്റർ. ഇത് വോളിയം ഓഫ് കോൺ ആണ്. അപ്പോൾ ഇതിന് 1/4 ഓഫ് ദ വോളിയം ആണ് സ്പില്ലായത്. വോളിയം സ്പിൽഡ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു വോളിയം ഓഫ് കോൺ. ഇതിങ്ങനെ എഴുതി. ഇനി ഒരു ലെഡ് ഷോട്ടിന്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ലെഡ് ഷോട്ട് ഈസ് ഈക്വൽ ടു സ്ഫെറിക്കൽ ഷേപ്പ്. സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ വോളിയം എത്ര? 4/3 ഇൻറ്റു പൈ ആർ. 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ് അല്ലേ? 4/3 പൈ ആർ ക്യൂബ്. അങ്ങനെ വരുമ്പോൾ 4/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്ര എന്നുള്ള 0.5 അല്ലേ? 0.5 ഇൻറ്റു ക്യൂബ് എത്ര കിട്ടും? 0.5 ഇൻറ്റു ക്യൂബ്. അങ്ങനെയാണ് നമുക്ക് ഇനി ഇത് ഇക്വേറ്റ് ചെയ്യാം. എൻ ഇൻറ്റു വി ഓഫ് ലെഡ്. എൻ ഇൻറ്റു വോളിയം ഓഫ് ലെഡ് എന്ന് പറയുന്നത് നമ്മൾ സ്പില്ലായ 1/4 ഇൻറ്റു വോളിയം ഓഫ് കോൺ. അപ്പോൾ എൻ ഇൻറ്റു വോളിയം ഓഫ് ലെഡ് എന്ന് പറയുന്നത് 4/3 ഇൻറ്റു പൈ ഇൻറ്റു 0.5 ക്യൂബ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു വോളിയം ഓഫ് കോൺ ഇസ് 1/3 ഇൻറ്റു പൈ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു എച്ച് ഇസ് 8. ഓക്കെ, ഇതാണ് ഞാൻ പൈയുടെ വാല്യൂ അപ്പം തന്നെ കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമ്മൾ നേരെ ചാടി കയറി സോൾവ് ചെയ്യരുത്. അതായത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കരുത്. അപ്പോൾ ഇതേപോലെ ഒരുപാടെണ്ണം കട്ടായി പോകാണ്ടാവും. അപ്പോൾ ഈ പയ്യും കട്ടായി പോയി. ആൾസോ ഈ ത്രീയും കട്ടായി പോകും. ഇതിന്റെ ഫർദർ നമുക്ക് അപ്പുറത്ത് ചെയ്യാം. മിനിറ്റ്. കിട്ടിയില്ല. ഓക്കെ. പൈ പോയി. ഇനി ബാക്കിയുള്ളത് എൻ ഇൻറ്റു 4 ഇൻറ്റു 0.5 ക്യൂബ് ഈക്വൽ ടു 1/4 ഇൻറ്റു 8 എന്നുണ്ട്. ഓക്കെ, ഈ 4ഉം ഇത് 8ഉം 2 എന്ന് കിട്ടും. എൻ ഇൻറ്റു ഒരു 5 സ്ക്വയർ ഉണ്ട്. 5 സ്ക്വയർ. അപ്പം എൻ ഇൻറ്റു 0.5 ക്യൂബ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 5 സ്ക്വയർ. ഓക്കെ, നമുക്ക് എൻ എന്ത് ചെയ്താം? എൻ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 5 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5. സോ 10 കിട്ടും. 5 ഇൻറ്റു 10 50 ബൈ 0.5, അതായത് 50 ബൈ 0.5 500/5. സോ എന്നിൻ്റെ വാല്യൂ 100 എന്ന് കിട്ടി. എന്നിൻ്റെ വാല്യൂ 100. എൻ ഈസിക്കൽ 100 എന്ന് കിട്ടി. അതായത് നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ് എന്ന് പറയുന്നത് 100 ആണ്. സോ ദാറ്റ്സ് ദ ഫൈനൽ ആൻസർ. നമ്പർ ഓഫ് ലെഡ് ഷോട്ട് ഇസ് 100. നമ്മൾ എന്താ ചെയ്തത്? 1/4 ഓഫ് ദ വോളിയം ഓഫ് ദ കോൺ സ്പില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ 1 ലെഡ് ഷോട്ട് ഇൻറ്റു എത്ര നമ്പർ ഓഫ് ലെഡ് ഷോട്ടാണോ ഇട്ടത് അതിനായിട്ട് ഇക്വേറ്റ് ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ വോളിയുള്ള ലെഡ് ഷോട്ട് ഒരു സാധ്യത കിട്ടും. അപ്പോൾ അതിന് 1/4 വോളിയം എന്ന് പോയി എന്ന് പറഞ്ഞാൽ ആ വോളിയത്തിനെയാണ് റിപ്ലേസ് ചെയ്യുന്നത്. ഇത് ലെഡ് ഷോട്ടിന്റെ വെയിറ്റ് അല്ല നമ്മൾ നോക്കുന്നത്. ലെഡ് ഷോട്ടിന് എത്ര വോളിയം ഉണ്ടായിരുന്നോ ആ വോളിയം വെള്ളത്തിന് നമ്മൾ റിപ്ലേസ് ചെയ്തു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 36 ക്വസ്റ്റ്യൻ സെക്ഷൻ ഡിയിലേക്ക് കിടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം.
A garden designer is planning a rectangular lawn that is to be made surrounded by a uniform walkway. Okay. The total area of the lawn and the walkway is 360 square meters. The width of the walkway is same on all sides. The dimension of the lawn itself are 12 meters and 10 meters. Okay. Based on the information given above, answer the following questions. First question നോക്കാം. Formulate the quadratic equation representing the total area of the lawn and the walkway. Taking width of the walkway is equal to x meter എന്ന് പറഞ്ഞുള്ള. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുള്ള ഈ അതാണ് വാക്കവേ. ഈ വാക്കവേയുടെയും ഈ ലോണിൻ്റെയും കൂടി ടോട്ടൽ ഏരിയ 360 മീറ്റർ ആണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? അതായത് ലോണിൻ്റെ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ വിഡ്ത്തും 12 മീറ്റർ ലെങ്ത്തുമാണ്. അപ്പോൾ 10 × 12 പ്ലസ് ഈ ഇതിൻ്റെ ഏരിയ, ഈ ടോട്ടൽ ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഈ വാക്കവേയുടെ ഏരിയ കണ്ടുപിടിക്കാം. ഈ വാക്കവേയുടെ ഏരിയ കണ്ടുപിടിക്കാൻ ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്കറിയാം ഈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 12 പ്ലസ് ഈ രണ്ട് സൈഡിലെ ഈ എക്സും കൂടി കൂട്ടുക. അപ്പോൾ ടോട്ടൽ ലെങ്ത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും എക്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 + 2x. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12 + 2x × 10 + 2x ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അതാണ് നമുക്ക് 360 തന്നുള്ളത്. ഓക്കെ. ഇത് നമുക്ക് ഫർദർ ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. 2 കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 6 ഡിവൈഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താം. 5 + x = 360 എന്ന് കിട്ടി. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് സൈഡും. അപ്പോൾ 6 + x × 5 + x = 360/4 എന്ന് പറഞ്ഞാൽ 90. നമുക്കിത് ഓപ്പൺ ചെയ്യാം. 6 × 5 = 30 + 6x + 5x = 90 എന്ന് കിട്ടി. ഓക്കെ. പ്ലസ് x². സോ x² + 6 + 6x + 5x is 11x plus 30 minus 90 is minus 60. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആഡ് ചെയ്യുമ്പോൾ രണ്ട് സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം വെച്ച് ചെയ്യുകയാണെങ്കിൽ എയും ബിയും ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവിലാണ് കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 1 × -60 -60 എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത് നമുക്ക് 15 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 15 -4 ആണ് വരേണ്ടത്. കാരണം 15 + -4 is 11 and 15 - 4 60 ആണ് നമുക്കറിയാം. ഓക്കെ. ഓക്കെ. നമ്മളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞില്ല. സോൾവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തെ സെക്കൻഡ് ഇക്വേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? x² + 15x - 4x - 16 = 0 എന്ന് എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ x × x + 15 - 4 × x + 15 = 0 എന്ന് എഴുതാം. സോ x - 4 × x + 15 = 0 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എയ്തർ 4 ആവാം, x = 4 ഓർ -15 വരാം. ബട്ട് നമുക്കറിയാം എന്ത്, ഒരു സൈഡിൻ്റെ വാല്യൂ ഒരിക്കലും ലെങ്ത് ഒന്നും ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സോ x = 4 മീറ്റർ എന്ന് കിട്ടി. സോ വിഡ്ത്ത് ഓഫ് ദ വാക്കവേ ഈസ് 4 മീറ്റർ. സോ x = 4 മീറ്റർ നമുക്ക് കിട്ടി. ഇവിടെ എഴുതാം x = 4 മീറ്റർ. ഓക്കെ. The cost of paving the walkway at the rate of 50 per square meter is 12,000. Calculate the area of the walkway. ഓക്കെ. ഓക്കെ. നമുക്ക് x = 4 കിട്ടിയ സ്ഥിതിക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് ഈ പറഞ്ഞ മെത്തേഡിൽ ചെയ്യണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ വാക്കവേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 12,000 50 പെർ സ്ക്വയർ മീറ്റർ വെച്ചിട്ട് 12,000 ആണ് പറഞ്ഞുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് അവിടെ? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ വാക്കവേ. ഓക്കെ. അപ്പോൾ ഏരിയ ഓഫ് ദ വാക്കവേ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ ഓഫ് ദ വാക്കവേ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉള്ളിലത്തെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഈ 12 × 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് വാക്കവേ കിട്ടും. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 360 - 120, അതായത് 360 ആണ് ടോട്ടൽ ഏരിയ മൈനസ് 12 ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് 120. 360 - 120 = 240 എന്ന് കിട്ടും. 240 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദ വാക്കവേ. ഇത് ഇത്രയല്ലേ കണ്ടുപിടിക്കേണ്ടത്? പിന്നെ എന്തിനാ ഇതൊക്കെ തന്നിട്ടുള്ളത്? ഓക്കെ. അത് ജസ്റ്റ് അല്ലാതെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പെർ മീറ്റർ സ്ക്വയറിന് 50 ആണെങ്കിൽ 12,000 റുപ്പീസിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 240 എന്ന് അങ്ങനെ കിട്ടും. ഓക്കെ. പെർ മീറ്റർ സ്ക്വയറിന് 50 റുപ്പീസ്. ആ ടോട്ടൽ 12,000 ആണെങ്കിൽ 12,000 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് 240 മീറ്റർ സ്ക്വയർ. അങ്ങനെയും ചെയ്യാം. ഓക്കെ. ഇങ്ങനെ ചെയ്താൽ മതി. 12,000/50 ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാനൊന്നും വേണ്ട. ഓക്കെ. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എല്ലാവർക്കും കിട്ടും. പിന്നെ ഓർ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ലോൺ. ടോട്ടൽ പെരിമീറ്റർ കാണാനാണ് പറഞ്ഞുള്ളത്. ഓക്കെ. നമുക്ക് x ഓൾറെഡി 4 മീറ്റർ ആണ് കിട്ടിയിട്ടുണ്ട്.
എക്സ് 4 മീറ്റർ ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പെരിമീറ്റർ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. സോ 10 പ്ലസ് 8 ആൻഡ് 12 പ്ലസ് 8 എന്ന് വരും. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്ത് ഈസ് ഈക്വൽ ടു 12 പ്ലസ് 2x, അതായത് 12 പ്ലസ് 8 20 എന്ന് വരും. ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 12 പ്ലസ് 2x അല്ല 10 പ്ലസ് 2x 10 പ്ലസ് 2x 18 എന്ന് വരും. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി 2 into 20 plus 18, that would be equal to 2 into 38. That is 2 into 38 എത്ര 76 meter per meter. ഓക്കെ, അപ്പോൾ നമ്മുടെ 36th question is solved. Now let's move on to the 37th question. ഓക്കെ, ഇതാണ് 37th question. അതൊന്ന് വലുതാക്കാം. ഓക്കെ, 37th question ഒന്ന് വായിച്ചു നോക്കാം. A lighthouse stand tall on a cliff by the sea, watching all the ships that pass by. One day, ship is seen approaching the shore from the top of the lighthouse. If the angle of depression of the ship are observed to be 30 degree and 45 degree as it moves from point P to Q, the height of the lighthouse is 50 meter. Okay. അത് ആ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് ഇപ്പുറത്തെടുത്ത് വലുതാക്കി എടുക്കാം. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ് 50 മീറ്റർ. നമുക്കിതൊന്ന് മാർക്ക് ചെയ്തേക്കാം. ലൈറ്റ് ഓഫ് ഹൗസ് ബി എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഷിപ്പ് ഫ്രം ദ ബേസ് ഓഫ് ദ ലൈറ്റ് ഹൗസ് വെൻ. ഓക്കെ, ഈ പോയിന്റ് ക്യു എയിൽ കാണാനാണ് പറഞ്ഞത്. കണ്ടോ, ഡിസ്റ്റൻസ് ഓഫ് ദ ഷിപ്പ് ഫ്രം ദ ബേസ് ഓഫ് ദ ലൈറ്റ് ഹൗസ് വെൻ ഇറ്റ് ഈസ് അറ്റ് പോയിന്റ് ക്യൂ ആ ചോദിച്ചത്. അപ്പോൾ ഇവിടേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രി ആവും. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്യു എയും ബി എയും റിലേറ്റ് ചെയ്യുന്ന എന്താ, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് രണ്ടും. അപ്പോൾ ടാൻ 45 എടുക്കാം. ടാൻ 45 ഈസ് ഈക്വൽ ടു ബി എ ബൈ ക്യു എന്ന് കിട്ടും. സോ ടാൻ 45യുടെ വാല്യൂ 1 ആണെന്ന് അറിയാം. 1 ഈസ് ഈക്വൽ ടു ബി എ ബൈ ക്യു എ. സോ ദിസ് ഇംപ്ലൈസ് എന്ത് വരും, ബി എ ഈസ് ഈക്വൽ ടു ക്യു എ എന്ന് പറഞ്ഞ റിലേഷൻ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് 50 മീറ്റർ ആണെങ്കിൽ ക്യു എ വുഡ് ബി ഓൾസോ വുഡ് ബി ഈക്വൽ ടു 50 മീറ്റർ. സോ ക്യു എയുടെ വാല്യൂ 50 മീറ്റർ ആണ് നമുക്ക് കിട്ടി. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ പി ബി ആൻഡ് ക്യു ബി ആ ചോദിച്ചുള്ളത്. ക്യു ബി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതും അനദർ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇത് ഈ ബി എ ബി 90 ഡിഗ്രി നമുക്കറിയാം. ലൈറ്റ് ഹൗസ് സ്റ്റിഫ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് 180 ഡിഗ്രി ടോട്ടൽ കിട്ടണം. 90 പ്ലസ് 45 പിന്നെ ഒരു 45 കൂടി ഉണ്ടെങ്കിലാണ് 90 പ്ലസ് 90 180 എന്ന് കിട്ടാം. സോ ആംഗിൾ ക്യു ബി എ അല്ലേ, ക്യു ബി എ 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഇനി വേണ്ടത് ആംഗിൾ പി ബി എ ആണ്. പി ബി എ. ഓക്കെ, ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടുന്ന് ആംഗിൾ ഓഫ് എലവേഷനും 30 ഡിഗ്രി ആവും. സോ ഇത് 30 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണ് നമുക്ക് കാണേണ്ട പി ബി എ എന്താവും, പി ബി എ വുഡ് ബി ഈക്വൽ ടു 60 ഡിഗ്രി. പി ബി എ 60 ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിൾ സം പ്രോപ്പർട്ടിയുടെ റീസൺ വെച്ചിട്ട്. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഓർ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഷിപ്പ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂവിൻ്റെ ഇടയിൽ എത്ര ട്രാവൽ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ക്യു എ 50 മീറ്റർ ആണെന്ന് അറിയാം. നമുക്ക് ടോട്ടൽ പി എ കണ്ടുപിടിച്ചിട്ട് അതൊന്ന് ക്യു എ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണ്, ഇത് 50 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എ കണ്ടുപിടിച്ചൂടെ നമ്മുടെ ടാൻ 30 വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ടാൻ 30 വെച്ചിട്ട് നമുക്ക് പി എ കണ്ടുപിടിക്കാം. ടാൻ 30 വുഡ് ബി ഈക്വൽ ടു പി എ ബൈ പി എ അല്ലേ, ബി എ ബൈ പി എ. ബി എ ബൈ പി എ എന്ന് വരും, കാരണം ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. ബി എ ബൈ പി എ. സോ ബി എ നമുക്ക് എന്താ അറിയാം, ബി എ 50 മീറ്റർ ആണെന്ന് അറിയാം, ഹൈറ്റ് ഓഫ് ദ ടവർ. ആൻഡ് പി എ നമുക്കറിയില്ല, പി എ കണ്ടുപിടിക്കാം. സോ ടാൻ 30യുടെ വാല്യൂ എന്താ വരാം, ടാൻ 30 ഈസ് 1/√3 അല്ലേ. ടാൻ 30 1/√3 ഈസ് 50 ബൈ പി എ. അങ്ങനെയാണെങ്കിൽ പി എയുടെ വാല്യൂ 50√3 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ക്യു ആണ്. പി ക്യു വുഡ് ബി ഈക്വൽ ടു പി എ മൈനസ് ക്യു എ അല്ലേ. പി എ മൈനസ് ക്യു എ 50 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. പി എ 50√3. സോ 50√3 മൈനസ് 50, ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 50 കോമൺ എടുക്കുമ്പോൾ 50 × √3 - 1 ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഷിപ്പ്. സോ ആ ക്വസ്റ്റ്യൻ സോൾവ് ആയി. നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാനുള്ളത്. നമുക്ക് ഓർ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അതിന് മുമ്പ് ഒരു പേജ് എടുക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ അപ്പുറത്തേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, if the ship continues moving towards the shore and takes 10 minutes to travel from Q to A. Q to A ട്രാവൽ ചെയ്യാൻ 10 minutes എടുക്കാന്നാണ് പറയുന്നത്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ഷിപ്പ് ഇൻ km/h. ഓക്കെ, ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. km/h കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ കാണാം, കാരണം മീറ്ററിലാണല്ലോ മെഷർമെന്റ് തന്നല്ലേ. എന്നിട്ട് അതിനെ km/h കൺവേർട്ട് ചെയ്താൽ മതി.
മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ ആക്കാൻ നമുക്കറിയാം 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് ഈക്വൽ ടു എന്താ അറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം. ആദ്യം മീറ്റർ പെർ സെക്കൻഡിലല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസ് ഈസ് 50 മീറ്റർ ആണ് കവർ ചെയ്തത്. എവിടുന്ന് എവിടെ എത്താൻ, ഈ പോയിന്റ് ക്യൂവിൽ നിന്ന് എയിലേക്ക് എത്താൻ. ആൻഡ് ടൈം 10 മിനിറ്റ്സാണ്. അത് നമുക്ക് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. കട്ടായി പോകും. 5/60 എന്ന് കിട്ടും. നമ്മുടെ എന്ത് സ്പീഡ് 5/60 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ നമുക്കറിയാം. ജസ്റ്റ് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 18/5 5 കട്ടായി പോയി. 18/60 എന്ന് വരും. അതായത് 9/30 കിലോമീറ്റർ പെർ അവർ. ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. 3/10 കിലോമീറ്റർ പെർ അവർ കിട്ടും. മിസ്റ്റേക്സ് ഒന്നും വരുത്തിയില്ലല്ലോ. സ്പീഡ് ഈസ് ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. 50 മീറ്റർ ബൈ 10 × 60 സെക്കൻഡ്സ്. സോ 5/60 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. 5/18 അല്ല, 18/5 തന്നെ. 5 കട്ടായി പോയി. 18/16 3/10 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. ഓക്കെ, തെറ്റൊന്നുമില്ലല്ലോ, കറക്റ്റ് അല്ലേ? ഓക്കെ, സോ തെറ്റുണ്ടെങ്കിൽ പറയട്ടെ. ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് തെറ്റൊന്നും കാണുന്നില്ല, കറക്റ്റാണ്. സോ ആൻസർ കൂടി 3/10 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പോൾ നമ്മുടെ 37th ക്വസ്റ്റ്യൻ സോൾവ് ആയി കഴിഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 38th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുമാതിരി ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. അല്ല, അത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ ഇന്ത്യൻ മെട്രോളജിക്കൽ ഒബ്സർവേഴ്സ്. ഓക്കെ, അങ്ങോട്ട് കാര്യമില്ല, അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ടേബിൾ ബിലോ തന്നിട്ട് നമുക്ക് നേരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചു നോക്കണം. അവരെ ടേബിൾ വായിക്കുക, നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതിനാണുള്ളത്, അതാണ് മോഡൽ ക്ലാസ്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് 3 ആണോ 4 ആണോ 7 ആണോ 4 ആണോ 3 ആണോ 3 ആണോ. നമുക്കറിയാം 7 ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി. സോ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 600/700. സോ മോഡൽ ക്ലാസ് ഈസ് എന്ത് 600/700. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഗിവൺ ഡാറ്റ. ഓ മൈ ഗോഡ്, മീഡിയൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, ക്ലാസ് കണ്ടുപിടിക്കണം, ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം, CXI FI കണ്ടുപിടിക്കണം, ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതൊന്ന് വരച്ചെടുക്കാം ആദ്യം. ഓക്കെ, ഞാൻ ആ ടേബിൾ ഒന്ന് റെഡി ആക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ടേബിൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ച് തുടങ്ങാം. ഫസ്റ്റ് ഇത് 3 + 4 7 7 + 7 14 14 + 4 18 18 + 3 is 21 21 + 3 is 24. XI കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമ്മുടെ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 ആണ്. 200 400 എന്ന് പറയുമ്പോൾ 200 + 400 600/2 300 500. അതിങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമുക്കറിയാം കണ്ടിന്യൂസ് ആയതുകൊണ്ട് 200 200 വെച്ചാണ് ഇൻക്രീസ് ആവുന്നത്. നമുക്ക് ജസ്റ്റ് അങ്ങനെ തന്നെ കൊടുക്കാം. 1200 അല്ല, 1100 1100 ആൻഡ് 1300. നമുക്ക് FI XI ചെയ്യാം. 3 × 300 900 ആൻഡ് 4 × 500 2000. 7 × 700 4900. 4 × 900 is 3600. And 3 × 1100 is 3300. And 3 × 1300 is 3900. ഓക്കെ, നമുക്ക് ആദ്യം കാണേണ്ടത് മീഡിയൻ ആണ്. രണ്ടാമത്തേതിൽ മീനും കാണാൻ പറഞ്ഞല്ലേ, മീനും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ FI XIയും സമ്മേഷൻ ഓഫ് XIയും കണ്ടു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്തുമ്പോൾ എന്ത് വരും? 300 + 500 is 800. 800 + 700 is 1500. 1500 + 900 is 2400. 2400 + 1100. 2500 + 1000 അതായത് 3500. 3500 + 1300 is 4800 എന്ന് കിട്ടും. 4800 സമ്മേഷൻ ഓഫ് XI. ആൻഡ് ഓൾസോ സമ്മേഷൻ ഓഫ് FI XI എത്ര വരും? സമ്മേഷൻ ഓഫ് FI XI മിസ്റ്റേക്സ് ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് നോക്കണേ, മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കണേ. ഇത് ആഡ് ചെയ്യാം. ഇത് എഴുതി തന്നെ ആഡ് ചെയ്യേണ്ടി വരും, മറ്റേത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. 3300 3600 പിന്നെ എത്ര? 4900 4900 2900 2900. ഓക്കെ, ആഡ് ചെയ്യാം. 0 0 9 + 3 is 12 12 + 6 is 18 18 + 9 is 27 27 + 9 is 36 6 3 3 × 4 is 12 12 + 4 is 16 16 + 2 is 18 18600 എന്ന് കിട്ടും സമ്മേഷൻ ഓഫ് FI XI. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെരിഫൈ ആണ്, കറക്റ്റ് അല്ലേ എന്നൊന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മീഡിയൻ കണ്ടുപിടിക്കാം. മീഡിയൻ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. മീഡിയൻ ബ്ലാക്ക് ആകട്ടെ. മീഡിയൻ ഈസ് ഈക്വൽ ടു
എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, ഇതിൽ ഓരോ ടേംസ് എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയം ക്ലാസ്. അവിടെ മീഡിയം ക്ലാസ് 600 to 800 ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയം ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര 600. ഓക്കെ, ആൻഡ് എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ 2 ആണ്. 24/2 എന്ന് പറയുമ്പോൾ 12 എന്ന് വരും. ആൻഡ് ഓൾസോ സി എഫ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ് എന്ന് പറഞ്ഞാൽ 600 to 800. അതിൻ്റെ പ്രിസീഡിങ് ക്ലാസ് ഏതാ 400 to 600. അപ്പോൾ 400 to 600ൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടുത്തെ സി എഫ് ഉദ്ദേശിക്കുന്നത്. സോ സി എഫ് ഇസിക്കൽ 7. ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസിൻ്റെ ഫ്രീക്വൻസി എത്ര? അതും 7 ആണ്. ആൻഡ് എച്ച് ഇസിക്കൽ ടു വിഡ്ത്ത് ഓഫ് ദ ക്ലാസ്. വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് എത്ര? 200 ആണ്. കാരണം 600 to 800 അല്ലേ. 800 മൈനസ് 600 ഇസിക്കൽ ടു 200. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ മതി നമുക്ക്. ഓക്കെ, ഈ വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മീഡിയൻ ഈസ് ഇക്വൽ ടു എല്ലിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 600 പ്ലസ് എൻ ബൈ ടു എന്ന് പറയുന്നത് 12 കിട്ടി. സി എഫ് എന്ന് പറയുന്നത് 7 കിട്ടി ബൈ 7 ഇൻറ്റു 200 എന്ന് കിട്ടി. ഓക്കെ അല്ലേ, കറക്റ്റ് അല്ലേ? 14 മീഡിയം ക്ലാസ്സിന്. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, സോ ദാറ്റ് വുഡ് ബി ഈക്വൽ ടു 600 പ്ലസ് 12 minus 5, 7 is 5, 5 by 7 into 200. That would be equal to 600 plus 1000 by 7. So 1000 plus 7 by 7 ചെയ്തിട്ട് 600 ആഡ് ചെയ്താൽ മതി. സോ ഇറ്റ്സ് ഓൺ ഡെസിമൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. 1000 by 7 നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ? 1000 by 7 173 300 ആൻഡ് 30 0 ഇറക്കി എഴുതി 300 വുഡ് ബി അല്ലല്ല, മിസ്റ്റേക്ക് ഉണ്ട്. വെയിറ്റ് എ മിനിറ്റ്, this is how we do it. 1000 by 7, so 1 7 3 0 30 4 28 2 22 times 14 6.08 56 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ 142.8 നിർത്താണ്. സോ സംതിങ് ഉണ്ട്. 2 ഡെസിമൽ വരെ ചെയ്യാം. ആൻഡ് യു വിൽ ഗെറ്റ് ആൻസർ. അപ്പോൾ മീഡിയം കിട്ടി. നമുക്ക് വേണ്ട മീനാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. സോ മീൻ ഈസ് നമുക്കറിയാം സമിഷൻ ഓഫ് എഫ് ഐ എക്സ് ഐ ബൈ സമിഷൻ ഓഫ് എക്സ് ഐ ആണ് മീനാണുള്ള ഫോർമുല. സോ സമിഷൻ ഓഫ് എഫ് ഐ എക്സ് ഐ സമിഷൻ ഓഫ് എക്സ് ഐ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 18,600 ആൻഡ് 4,800. 18,600 ആൻഡ് 4,800. സോ 0 കട്ടായി പോയി. 186/48, അതായത് 93/24 എത്ര ചെയ്യുക? നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണോ ഇതൊരു ഡെസിമൽ വാല്യൂ ആണ്. 93/24. 24 into 3 72 അല്ലേ? 24 into 3 72, 4 പോവില്ല. സോ 24 into 3 72 അല്ലേ? അതെ, 72 ആണ്. 121 210. 24 into 5 പറ്റൂല, 24 into 4 ആണ്. സോ 3.4 സംതിങ് വരും. ഒരു 2 ഡെസിമൽ വരെ ചെയ്തിട്ട് നിർത്തുക. സോ മീൻ 3.4 ആണ് നമുക്ക് കിട്ടുക. ആൻഡ് അടുത്ത നമുക്ക് കണ്ട സബ് ഡിവിഷൻ ഹാവിങ്, അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഇഫ് സബ് ഡിവിഷൻ ഹാവിങ് അറ്റ്ലീസ്റ്റ് 800 mm റെയിൻഫോൾ ഡ്യൂറിങ് മൺസൂൺ സീസൺ ഈസ് കൺസിഡേർഡ് എ ഗുഡ് റെയിൻഫോൾ ബൈ ദ സബ് ഡിവിഷൻ, then how many subdivision have good rainfall? അപ്പോൾ 600ൻ്റെ above അല്ല 800ൻ്റെ above കിട്ടിയാൽ എന്താണ് ഗുഡ് സബ് ഡിവിഷനാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഗുഡ് സബ് ഡിവിഷൻ എന്നാണ് ചോദിച്ചല്ല. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ, LKG കുട്ടിയൊക്കെ വരെ ആൻസർ കിട്ടും. 800 to 1000 ഗുഡ് ഡിവിഷനാണ്. 1000 to 1200 ഗുഡ് ഡിവിഷനാണ്. 1200 to 1400 ഗുഡ് ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് 3 ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഓക്കെ, നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾസോ യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓൾസോ ഇതിൻ്റെ ക്ലാസ് നോട്ട്സ് നമ്മളിപ്പോൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മുടെ ഈ ഹാൻഡ് റിട്ടൺ ക്ലാസ് നോട്ട്സിൻ്റെ ഡ്രൈവിലേക്കുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾസോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലേക്ക്. സോ നമുക്കിനി 4th സെറ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.